ഹലോ, ഇന്നൊരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. 3 months ഓൾഡ് ആയിട്ടുള്ള ബേബിയുടെ മെഷർമെൻറ്റിലാണ് നമ്മളൊരു ഷർട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് ധോത്തി വെച്ചിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷർട്ടാണ്. ഇത് നെയിമിങ് സെറിമണിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഇതേപോലെ 3 പീസ് ക്ലോത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലൊരു പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി 2 പീസാണ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഒരു പീസിൻ്റെ മുകളിലേക്ക് അടുത്ത പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 പ്ലീറ്റ്സാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഈ തുണിയുടെ ഏകദേശം സെൻട്രൽ പൊസിഷനിലായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലീറ്റ്സ് ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ പ്ലീറ്റ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ടൊന്ന് അയേൺ ചെയ്തെടുക്കുക. പ്ലീറ്റ്സ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയേൺ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ അയേൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ അങ്ങനെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇനി പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ അങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഏരിയയിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അടുത്ത പ്ലീറ്റും ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ 2 പ്ലീറ്റ്സ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 3ാമത്തെ പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് പുറത്ത് കാണുമ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതേപോലെ അടുത്ത പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 പീസിലും പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ 2 സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് ഷർട്ടിൻ്റെ ഓപ്പണിംഗ് ഏരിയ ആണ്. അപ്പോൾ ഓപ്പണിംഗ് ഏരിയയുടെ 2 സൈഡും ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 2 സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് അടുത്ത പീസിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ബാക്ക് പീസ് 2ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്ക് ആം ഹോള് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ മെഷർ ചെയ്തിട്ട് ഞാനിവിടെ 4.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇവിടെ ചോക്ക് അത്രയും ഷാർപ്പായിട്ട് വരയ്ക്കുന്നില്ല. കാരണം അതിൻ്റെ കളറ് ഈ തുണിയിൽ വരുന്നത് കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നേ ഉള്ളൂ. 4.5 ഇഞ്ച് അടിയിലോട്ടും മെഷർ ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് നേരെ വരച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 5.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഒരു 6 ഇഞ്ചാണ് മെഷർമെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി 2 ഫ്രണ്ട് പീസ് എടുക്കുക. അതിൽ ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുക. ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് അടുത്ത ഫ്രണ്ട് പീസ് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ ഇതേപോലെയാണല്ലോ ബട്ടൺ വയ്ക്കുക. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ വേണം നമ്മൾ മടക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഇങ്ങനെ വെച്ചിങ്ങനെ മടക്കി എടുക്കുക. ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണം നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 1.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 2.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് ഞാനിവിടെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ വരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചോക്കിൻ്റെ കളറ് തുണിയിലാവുന്നത് കൊണ്ട് വരച്ചെടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട്. ഫ്രണ്ട് പീസിൻ്റെ നെക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസ് ഇതേപോലെ 2ആയിട്ട് മടക്കി വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി കറക്റ്റ് ആ വിഡ്ത്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ വിഡ്ത്ത് ഇവിടെ ഫ്രണ്ട് പീസിൻ്റെ വിഡ്ത്തിൻ്റെ അനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ചാണ് ഞങ്ങളുടെ ലെങ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇതേപോലെ ഒന്ന് ജസ്റ്റ് കർവ് ചെയ്തൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ബാക്ക് പീസിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക.
അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ 2 പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പീസിൻ്റെയും ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ എന്നോട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. ബട്ടൺ വെക്കുന്ന ഏരിയ കറക്റ്റായിട്ട് അങ്ങനെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് പീസിൽ കോളർ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ റൗണ്ടായിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ റൗണ്ടായിട്ടുള്ള 2 പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ആ 2 പീസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ അത് മറച്ചെടുക്കണം. ഇതേപോലെ മറച്ചെടുക്കുക. മറച്ചെടുത്തതിന് ശേഷം നെക്കിൻ്റെ നല്ല വശത്താണിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ തന്നെ നിവർത്തിയിട്ട് ഇതിൻ്റെ ഈ സൈഡിലൂടെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുക. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. പിന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് ഞാൻ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് സ്ലീവ് എടുക്കുക. സ്ലീവിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഇതേപോലെ ഇങ്ങനെ ഒപ്പം വെച്ചതിന് ശേഷം നമുക്കിനി സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കസവിൻ്റെ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കറക്റ്റ് ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ രീതിയിൽ വരുന്നതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ച് കൂടുതലായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി എത്ര വീതിയിലാണ് നമുക്ക് ആ കസവിൻ്റെ പട്ട വെക്കേണ്ടത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് നോക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കണേ. ഈ കസവിൻ്റെ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡ്രസ്സിൻ്റെ ബാക്ക് വശത്താണ് ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് വെച്ചിരിക്കുന്നത് കസവിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഡ്രസ്സിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ബട്ടൺ ഹോള് വരുന്ന ഭാഗത്താണ് ഈ ഒരു കസവിൻ്റെ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഷർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു കസവ് വെച്ചിരിക്കുന്നത്. ഇനി ഈ കസവ് ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കസവിൻ്റെ കൂടുതൽ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. അതിന് ശേഷം അതിങ്ങനെ മടക്കി ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ കസവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് ഇതിൻ്റെ അടിവശം ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. നമുക്ക് വളരെ എളുപ്പമാണ് ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ധോത്തിയുടെ കൂടെ പെയർ ചെയ്യാം, അല്ലെങ്കിൽ ട്രൗസറിൻ്റെ കൂടെ പെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്